ഈ സംഘടനകളൊക്കെ തുടങ്ങുന്നതിന് മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ കണക്ക് അതിലുള്ളവരെ സഹായിക്കുക, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ പ്രശ്നം വന്നാലോ അത് പരിഹരിക്കുക, അങ്ങനത്തെ ഉള്ള രീതിയിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. എന്നിട്ട് തന്നെ ഉണ്ടെങ്കിൽ അമ്മ എന്നുള്ളൊരു പേര് വെച്ചിട്ട് അതിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു മോശമുള്ള രീതിയിൽ തന്നെ അവസ്ഥയാണ്. കാരണം അമ്മ എന്നുള്ളൊരു പേര് ഇട്ടിട്ട് അതിനകത്ത് കാണിക്കുന്നത് ഭയങ്കര മോശമുള്ള ഒരു രീതി തന്നെയാണ്. എന്തായിരുന്നാലും ശരി, ഇങ്ങനത്തുള്ള അൻസിബയ്ക്ക് ഒരു പ്രശ്നം വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ അതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിന് അന്വേഷിച്ചുകൊണ്ട് ഒരു കൗൺസിലിംഗ് മീറ്റിങ്ങോ അല്ലെങ്കിൽ ഇതാണ് ആൾക്കാരെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് പറ്റത്തില്ല, ഹർജി ഉണ്ടെങ്കിൽ തള്ളിയിരിക്കുകയാണ്. ഇത് ഒരു സൈഡ് മാത്രം സപ്പോർട്ട് ചെയ്യാനാണ് ഇതിനകത്തുള്ള ഒരു സംഘടനയുടെ ആവശ്യമേ ഇല്ല. ഇതൊരു ഗ്രൂപ്പായിട്ട് സാധാരണ രീതി നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ പോലും പിള്ളേർ തമ്മിൽ ഗ്രൂപ്പ് കാണും, ഇത്രയും പേര് ഇത്ര ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഗ്രൂപ്പ് അപ്പുറത്തുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കുറച്ച് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് പേരെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെതിരെ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഇപ്പോൾ അൻസിബയുടെ പേരിലുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതാണെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. മോഹൻലാലിൻ്റെ പേര് ചേർത്ത് പറയുന്നുണ്ട്, മതം മാറ്റാൻ ശ്രമിച്ചെന്ന് പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതിനുണ്ടെങ്കിൽ പോലീസിനും മന്ത്രിക്കും ഒക്കെ പരാതി കൊടുക്കുന്നത് കൊണ്ട് മാത്രമേ അൻസിബിക്ക് രക്ഷയുള്ളൂ. അതല്ലാതെ അവിടെ ഉള്ളവരാരും സപ്പോർട്ട് ചെയ്യുന്നതും ഇല്ല നേരെ.